ഇന്നൊരു അടിപൊളി കോമ്പിനേഷനിൽ വരുന്ന ഒരു പാൽപുട്ടിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കാൻ പോണത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും ഈ ഒരു പാൽപുട്ട്. മാങ്ങ വെച്ചിട്ടാണ് ഈ ഒരു പാൽപുട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ മാങ്ങ ഒരു കോമ്പിനേഷനായിട്ട് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് നല്ല പഴുത്ത മാങ്ങ വേണം കേട്ടോ. നല്ല മധുരമുള്ള പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു പുട്ടിലേക്ക് പുളിയുള്ളതൊന്നും എടുക്കരുത്. അപ്പോൾ ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു സൈഡ് മാത്രമാണ് ഞാൻ ഈ ഒരു കപ്പ് പുട്ടുപൊടിയിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമുക്കൊരു കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതാ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്യൂരി ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാങ്ങയും പുട്ടുപൊടിയും നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ പുട്ടുപൊടിയിലേക്ക് നന്നായിട്ട് കമ്പൈൻ ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളത്തിന് പകരം പാലാട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം കറക്റ്റായിട്ട് നല്ല രീതിയിൽ നല്ല ഉതിർന്നിട്ടുള്ള പുട്ടായിട്ട് നമുക്ക് പുട്ടുപൊടിയായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുട്ടുപൊടിയൊക്കെ നല്ല രീതിയിൽ ഉതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നോർമലായിട്ട് നമ്മൾ പുട്ട് ചുട്ടെടുക്കില്ല, ആ രീതിയിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. തേങ്ങ ഇട്ടിട്ട് ആ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചിരുവേ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. നോർമൽ നമ്മൾ ചെയ്തെടുക്കുന്ന അതേ രീതിയിൽ അങ്ങ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് കൊണ്ട് ആവി വരും. മുഴുവനായിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ചൂടോടുകൂടെ സെർവ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചൂടോടുകൂടെ നമുക്ക് കുറച്ച് മാമ്പഴത്തിൻ്റെ കൂടെ കഴിച്ചിട്ട് കൂട്ടി കുഴച്ച് നമ്മൾ പഴമൊക്കെ കൂട്ടി കഴിക്കൂലേ, അതേപോലെ കൂട്ടി കുഴച്ച് കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പഴത്തിൻ്റെ കൂടെ, അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം കേട്ടോ. കഴിക്കുവാണെങ്കിൽ നമ്മുടെ മാങ്ങയുടെ കൂടെ തന്നെ ഒന്ന് കഴിച്ച് നോക്കൊണ്ടു. അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നോർമൽ പുട്ടുണ്ടാക്കിയിട്ട് ഇതുപോലെ മാങ്ങയുടെ കൂടെ കഴിച്ച് നോക്കിയാലും അടിപൊളിയാണ് കേട്ടോ. നല്ല പഴുത്ത മാങ്ങ വേണം, അത്രയേ ഉള്ളൂ. പുളിയുള്ള മാങ്ങ നിന്നാകുമ്പോൾ ഇതിനൊരു ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കിട്ടൂല കേട്ടോ. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്